നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ആദ്യത്തെ വ്യത്യസ്തനായ അതിഥിയെ തേടി എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പെരപ്പങ്കോടടുത്ത് കാവ്യാട് സ്കൂളിനടുത്ത് ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ അന്ന് കുറച്ച് നേരത്തെ ഒരു അതിഥിയെ കണ്ടു. അപ്പോൾ കിണർ വൃത്തിയാക്കാൻ വന്നവരാണ് കാണുന്നത്. അപ്പോൾ അകത്തൊരാളിങ്ങനെ വെള്ളത്തിൽ തുടിച്ച് കിടക്കുന്നു. പിന്നെ കുറേ കഴിഞ്ഞ് കാണാനില്ല. അപ്പോൾ പുള്ളിക്കാരൻ വന്നൊരു കല്ലിട്ട് വീണ്ടും ചാടി. അപ്പോൾ പുള്ളിക്കാരൻ കല്ലിടുമ്പോഴേക്കും അത് അകത്തൊന്നും ചോദിക്കുന്നത് ആടകലെണ്ണം എന്ന് ചോദിക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. പുള്ളി എന്നോട് പറഞ്ഞാൽ അങ്ങനെ ആടകലെണ്ണം ചോദിക്കുന്നു. പിന്നെ കാണുന്നില്ല ആളിനെ. നമസ്കാരം. സുഖമായിരിക്കുന്നല്ലോ? എന്തുണ്ട് വിശേഷം? വിദേശത്തുമല്ലായിരുന്നോ? ആയിരുന്നല്ലേ? ആ ഷർട്ട് കണ്ടുണ്ട് ചുമ്മാ ചോദിച്ചതാ. അപ്പോൾ ഇത് സാധാരണ. നമസ്കാരം. ഹായ് മോളു, എന്ത് ചെയ്യുന്നു മക്കള്? 9th. നമസ്കാരം. ഹലോ അണ്ണാ, സുഖമാണ് അണ്ണാ? അണ്ണൻ്റെ പേരെന്താ? ആദ്യത്തെ ദേവൻ. അപ്പോൾ രണ്ടാമത്തെ ദേവൻ ആരാ? മോളെ പേരെന്താ? മക്കളെ പേരെന്താ? അനന്യ. അമ്മ സുഖമായിരിക്കുന്നുണ്ട്? നമസ്കാരം. സുഖം. എത്ര സമയം കണ്ടിട്ട്? ഇപ്പോൾ ലാസ്റ്റ് കണ്ടിട്ട് എത്ര സമയം? ലാസ്റ്റ് അപ്പോഴേ കണ്ടു. അപ്പോൾ നമുക്ക് കല്ലിട്ട് പരീക്ഷ ചെയ്യാൻ നമുക്ക് പൈപ്പിൽ വെള്ളം ഉണ്ടാ? അപ്പോൾ ഒന്ന് ഓൺ ചെയ്യണം. നമുക്കറിയാലോ, നമ്മുടെ കിണറ്റിനകത്ത് പാമ്പ് കിണറ്റിനകത്ത് മാളത്തിൽ കയറി താഴെ ചിലരെങ്കിൽ മേളിലിരുന്നപ്പോൾ ചെറുന്നാൾ ഒരാൾ ഞാൻ പാമ്പിനെ കിണറ്റിൽ പാമ്പ് ഞാൻ പറഞ്ഞത് എവിടെ? അത് മേളിലാണ്. അപ്പം ഞാൻ പറഞ്ഞത് അത് മേളിലാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ പണ്ട് വെള്ളം ഒഴിച്ചെടുക്കണം. വെള്ളം ഒഴിച്ചടിക്കും. ഇത്രയും പൊക്കത്തിലൊക്കെ വെള്ളം ഒഴിക്കാൻ പറ്റും? ഒന്ന് ചിന്തിക്കണം. അപ്പോൾ കിണറ്റിനകത്ത് അതുപോലെ തന്നെ കിണറ്റിനകത്ത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ വിജയിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം ചില സ്ഥലത്തൊക്കെ നമ്മൾ വലിയ ഹോളൊക്കെ ആണെങ്കിൽ വെള്ളം അകത്തോട്ട് ഇരുന്നാലും ചിലപ്പോൾ ഉള്ളിൽ ചെറിയൊരു എയർ സ്പേസ് ഉണ്ട്. അപ്പോൾ അവന് എവിടെയെങ്കിലും അങ്ങ് ഇരിക്കാൻ പറ്റും. വെള്ളം ചെന്ന് ശ്വാസം അടഞ്ഞാൽ മാത്രമേ, ശ്വാസം എടുക്കാൻ പറ്റാതിരുന്ന മാത്രമേ മാളത്തിൽ നിന്ന് പുറത്ത്. പക്ഷേ ഇവിടെ പിന്നെ അടിയിൽ പാറയാണ്. പൈപ്പിൽ വെള്ളം വന്ന് തുടങ്ങി. പക്ഷേ കുറേശ്ശേ വരുന്നില്ല. എനിക്ക് തോന്നുന്നത് എടുക്കുമല്ലേ? കൊഴുക്കേണ്ടതല്ലേ? കളറിന് വെള്ളത്തിൻ്റെ കളറിനൊരു വ്യത്യാസം. നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ കിണറ്റിനകത്ത് ഇങ്ങനെ വെള്ളം നിറച്ച് പാമ്പിനെ എടുത്തതിന് ശേഷം ഒരുപാട് ആൾക്കാരത് ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ ആരും ചെയ്തിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. എനിക്കറിയില്ല, ആരും പറഞ്ഞും കേട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതൊരു എന്താ പറയുക, ഒരു നല്ലൊരു അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ. അത് കമ്പ് അവിടെയാണല്ലേ? അതല്ല, അത് ഗ്യാപ്പിനകത്തായിരിക്കും. അവിടെ പാറയാണല്ലേ? അപ്പോൾ അത് അതിൻ്റെ പൊക്കത്തിൽ വെള്ളം കയറണം. കിട്ടിയാ? ഉണ്ടോ? അല്ല, ഉണ്ടെങ്കിൽ തുടിഞ്ഞ് കറങ്ങി വരേണ്ടതാണല്ലോ. ഇല്ല, അത് ഈ കമ്പുമല്ലായിരുന്നു. വേണമെങ്കിൽ തുടിഞ്ഞ് കറങ്ങി വരണം. തുടിഞ്ഞ് കിടക്കത്തില്ല, വെള്ളം വരുന്നതുകൊണ്ടേ. നമ്മൾ വെള്ളം നല്ല ഇപ്പോൾ ഒഴിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ ഇടയ്ക്ക് അവരാരാ പറയുന്നുണ്ടായിരുന്നു അവിടെ കണ്ടു എന്ന്. പക്ഷേ ഞാൻ കണ്ടില്ല. ആ കണ്ടതൊരു കമ്പ് ഉണ്ട്. ആ കമ്പ് ഇങ്ങനെ വെള്ളത്തിൽ കൂടെ തുടിഞ്ഞ് പോയതുകൊണ്ട് എനിക്ക് നല്ല ഉള്ളിലേക്ക് ഗ്യാപ്പ് കാണും. അപ്പോൾ കുറച്ചുകൂടി വെള്ളം പൊങ്ങിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ചെറുതാണ്, 1.5 അടി നീളമേ ഉള്ളതാണ്. അപ്പോൾ അത്ര വലുതല്ല. അപ്പോൾ അതിന് ഇരിക്കാനുള്ള സ്പേസ് കൃത്യമായിട്ട് അതിനടി കാണും. അപ്പോൾ അത് സമയമെടുക്കും. അപ്പോൾ നമുക്കിതിപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല. പുള്ളിക്കാരൻ കൃത്യമായിട്ട് കണ്ടു. ഒരു അരമണിക്കൂർ മുന്നേ, നമ്മൾ വരുന്നതിന് മുന്നേ വരെ പുള്ളിക്കാരൻ കണ്ടു എന്ന് പറഞ്ഞു. പക്ഷേ പോകാനായിട്ടുള്ള സാധ്യതയില്ല. അപ്പോൾ ഇതിനകത്ത് ഈ സൈഡിൽ ഈ വെറു വേർഷൻ കിടക്കണം. വെള്ളം വീഴുമ്പോൾ അതിങ്ങനെ അതിങ്ങനെ അനങ്ങും. അപ്പോൾ നമ്മൾ വിചാരിക്കും അതായിരിക്കും പാമ്പെന്ന്. പാമ്പ് ഇരിക്കുന്നതിൻ്റെ മുകളിൽ, പാമ്പ് ഏത് ഹോളിലിരിക്കുന്നോ അതിൻ്റെ മുകളിൽ വെള്ളം വന്നാൽ നമുക്ക് ഇദ്ദേഹം പുറത്തേക്ക് ഇടണം. അറിയാമല്ലോ, നമ്മുടെ യാത്രയ്ക്ക് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ അനുഭവങ്ങളൊക്കെ. കൂടുതലും നമ്മൾ പരിചയപ്പെടുത്തി, നമ്മുടെ പ്രേക്ഷകരെ നമ്മൾ പരിചയപ്പെടുത്തി കിണറ്റിൽ നിന്ന് നമ്മൾ കിട്ടിയിരിക്കുന്ന വെള്ളം നിറച്ച് നമ്മൾ എടുത്തിരിക്കുന്നത് മൂർക്ക നദികളാണ്. ഏറ്റവും കൂടുതൽ മൂർക്ക നദികളാണ് ഈ ഒരുപാട് സമയം വെള്ളത്തിനകത്ത് പിടിച്ചിരിക്കുന്നത്. സാധാരണ
നമ്മുടെ ശങ്കൂരിനൊക്കെ പെട്ടെന്ന് വെള്ളം കയറി അപ്പോഴേ വെള്ളത്തിലേക്ക് പെട്ടെന്ന് ഈ വെളിയിലേക്ക് പോരും. പിന്നെ ഏറ്റവും കൂടുതൽ വെള്ളത്തിനടിയിൽ ശ്വാസം എടുത്തിരിക്കുന്നത് നമ്മളെ പെരുമ്പാമ്പ്, പൈത്തൺ. പിന്നെ ജീവികളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വെള്ളത്തിനടിയിൽ ശ്വാസം എടുത്തിരിക്കുന്നത് നമ്മളെ ഉടുമ്പ് എന്നറിയപ്പെടുന്ന വാലി എന്നറിയപ്പെടുന്നത്. ഒരുപാട് സമയം വെള്ളത്തിനടിയിൽ പോയി, മണിക്കൂറുകൾ. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രാവശ്യം കിണറ്റിനകത്ത് പാമ്പുകളെ മാത്രമേ, കാട്ടുപാമ്പിന് ഒരുപാട് കിട്ടും. കാട്ടുപാമ്പിനെ കിട്ടുന്ന സമയത്ത് വെള്ളത്തിൽ മുട്ട ഇട്ടിട്ട് വെള്ളത്തിൻ്റെ സൈഡിൽ അരങ്ങാണത്തിരിക്കുന്ന കാട്ടുപാമ്പിനെ നമുക്ക് കിട്ടുന്നുണ്ട്. അരങ്ങാണത്തിൽ മുട്ടയിട്ടിരിക്കുന്ന കാട്ടുപാമ്പിനെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറിയ മാളം ഉണ്ടല്ലോ, ഈ സൈഡിൽ ചെറിയ മാളം, അതിനകത്ത് മുട്ടയിട്ടിട്ട് ഇരിക്കുന്ന കാട്ടുപാമ്പുകൾ നമ്മൾ ഒരുപാട് ഒരു മണിക്കൂറിന് എൻ്റെ യാത്രയ്ക്ക് എനിക്കൊരു 100-ലേറെ അനുഭവങ്ങൾ അത് തന്നെയുണ്ട്. എല്ലാത്തിനും നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മൾ എപ്പിസോഡ് എത്തിക്കാൻ കഴിയില്ലല്ലോ. കണ്ടോ ശരിയില്ല, അപ്പോൾ കറങ്ങി വരും. നമ്മൾ വെള്ളം കുറേ ആയി. നമ്മൾ ആ പുള്ളിക്കാരൻ പറഞ്ഞ ഹോളിൻ്റെ മേളുവശം വരെ എത്താറായി. പുള്ളിക്കാരൻ വീണ്ടും ഇപ്പോൾ കണ്ടു എന്ന് പറഞ്ഞു, പക്ഷേ ഞാൻ കണ്ടില്ല. പുള്ളി അത് കറക്റ്റ് കണ്ടു സൈഡിലോട്ട് കയറിയിരുന്നു. അപ്പോൾ എനിക്ക് ഇതിനകത്ത് പാറയാണ്. പാറ പിടിച്ച് അകത്തേക്ക് നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ വെള്ളം പൊങ്ങിയാൽ അതിൻ്റെ ഇടയിൽ കൂടെ അകത്തേക്ക് ഒരു ഇരിക്കാൻ പറ്റും. അപ്പോൾ മേളിൽ കൂടെ ഹോളുണ്ടാവും, സ്പേസ് ഉണ്ടാവും. അതെനിക്ക് തോന്നുന്നത് അതായിരിക്കും. എന്തായാലും നോക്കാം. സൈഡിലൊന്നും ഇറങ്ങിയില്ല. കാരണം ഇറങ്ങിയ സാധനം ആദ്യം എൻ്റെ കണ്ണാണ് പെടുന്നത്. പക്ഷേ ഇതുവരെ എൻ്റെ കണ്ണ് ഇതുവരെ പെട്ടിട്ടില്ല. മോട്ടോർ ഓഫ് ആക്കിയോ? അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല. കാരണം നമ്മൾ കണ്ടു. ഇനി നമ്മൾ സമയം കളയുന്ന മണ്ടത്തിലാണ്. അപ്പോൾ നിങ്ങൾ ഈ ടോർച്ചിങ് എന്നൊരു കയറെടുപ്പുണ്ടോ? കിണറ്റിൽ കയറുണ്ടോ? ഉണ്ടോ? പെട്ടെന്ന് സമയം കളയാൻ. അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല. കാരണം നമ്മളത് കണ്ടു, ഇവർ കണ്ടു. പക്ഷെ അത് ഒരു ചെറിയ സാധനമാണ്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, രാത്രിയാണ്, എയറില്ലാത്ത സമയമാണ്. കിണറ്റിൻ്റെ മേളിലെല്ലാം കൂടെ കയറി കമന്ന് നിൽക്കരുത്, എയർ അകത്തേക്ക് വരില്ല. നമ്മൾ എല്ലാം ഒഴിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ നമ്മളെന്തായാലും ഒന്ന് ഇറങ്ങി നോക്കണം. അല്ല, ഇതിലിറങ്ങിയിട്ട് കാര്യം, ഇതിലിറങ്ങുമ്പോഴേ ചവിട്ടുള്ളൂ. നമ്മൾ സമയം കളയുന്നില്ല. ഒരു കുപ്പി എടുത്ത് വച്ചേക്കണം കേട്ടോ. കുട്ടികളെ അകത്ത് കൊണ്ടുവരല്ലേ? കുട്ടികളെ കിണറ്റിനടുത്ത് മാറ്റി നിർത്തണേ. കുട്ടികളെ മാറ്റി നിർത്തിക്കോ.
ഇതൊരു ചെറിയ, അതിന്ന് പറയാൻ പറ്റില്ല, ഇദ്ദേഹം നമ്മുടെ തേളിയം പാമ്പ് എന്നറിയപ്പെടുന്ന ഒരു അതയാണ്. വെനമസ് അല്ല. നമുക്ക് നോക്കാം. കാണുന്നുണ്ടോ? എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതാ കണ്ടോ, തേളിയൻ. ഇതോ കണ്ടേ. ഇതല്ല തെയ്യൻ. അപ്പോൾ നമ്മൾ എന്തായാലും കയറാൻ പോവാണ്. തെയ്യം പാമ്പ്, തെയ്യം എന്നറിയപ്പെടുന്ന പടചൂടി എന്നറിയപ്പെടുന്ന കീൽ ബാക്ക് സ്നേക്ക്. വെനമില്ല. സത്യം പറഞ്ഞാൽ നാളെ ആയിരുന്നു ഈ കിണറുറപ്പിൻ്റെ പൈസയും കൂടെ വാങ്ങിക്കാമായിരുന്നു. കണ്ടത്തിലായിപ്പോയി. നാളെ ചെയ്താൽ മതി. എന്നെ പോട്ടെ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഇവിടെ കണ്ടല്ലോ, നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എപ്പോഴും കാണേണ്ട ഒരു കാര്യമാണ്. ഇതൊരുപാട് ഈ സാധു ജീവിയെ തല്ലി കൊല ചെയ്യപ്പെടുന്നു. ഇപ്പോൾ നമ്മുടെ ഈ പാമ്പ് കടിയേറ്റ് കഴിഞ്ഞ മാസം 18 ഒരു മരണപ്പെട്ടതോടുകൂടി അനുവദിച്ച് ഈ ജീവിക്ക് പോലും നിവൃത്തിയില്ല. നോക്കൂ, ഇത് കണ്ടോ, തേളിയൻ ദേവിപ്പാമ്പ്. കണ്ണൂർ കോഴിക്കോടൊക്കെ ദേവിപ്പാമ്പ് എന്ന് വിളിക്കുന്ന പാമ്പാണിത്. എൻ്റെ യഥാർത്ഥ പേര് കീൽ ബാക്ക് സ്നേക്ക്. കണ്ടോ, ഈയലോ നല്ല ചാറ്റ മഴ ഈലായി. കീൽ ബാക്ക് സ്നേക്ക് എന്നറിയപ്പോൾ. കീൽ ബാക്ക് എന്ന് പറയുന്നത് ചെക്കേൾഡ് കീൽ ബാക്ക് എന്നാൽ വാട്ടർ സ്നേക്കായ നീർക്കോലി, പോളവൻ, അതാണ് ചെക്കേൾഡ് കീൽ ബാക്ക്. ഇത് വെറും കീൽ ബാക്ക്, അദ്ദേഹത്തിൻ്റെ ഫാമിലി. ഇത് എങ്ങനെയോ ഇതിനകത്ത് പെട്ടുപോയതാണ്. നോക്കൂ, കണ്ടോ, താഴോട്ട് വാലിൻ്റെ പകുതിക്ക് കൊണ്ട് വാലിൻ്റെ അങ്ങോട്ട് വരകളില്ല. കണ്ടോ, അടിയിലാണ് ചെറിയൊരു മഞ്ഞ. നീർക്കോലിയോട് സാദൃശ്യമുള്ള വെനമില്ലാത്ത ഒരിനം പാമ്പാണ് തെയ്യാൻ പാമ്പ് അഥവാ തെയ്യം പാമ്പ്. നാട്രിസിഡെ കുടുംബത്തിൽപ്പെടുന്ന ഇതിന്റെ ശാസ്ത്രീയ നാമം അംഫീസ്മാസ് റൊളാറ്റ എന്നാണ്. പ്രാദേശികമായി ഇവ പടകൂടി, തേയിപ്പാമ്പ്, പുല്ലുരുവി, തെയ്യൻ പാമ്പ്, തേളിയൻ, ദൈവത്താൻകുട്ടി എന്ന പേരുകളിലും അറിയപ്പെടുന്നു. നെൽവയലുകൾ, കുളക്കരകൾ, പുൽമേടുകൾ, കുറ്റിക്കാടുകൾ എന്നിവിടങ്ങളാണ് തെയ്യം പാമ്പുകളുടെ വാസസ്ഥലം. 1 മീറ്ററോളം നീളത്തിൽ വളരുന്ന പാമ്പാണിത്. നീണ്ട വാലും വലിയ കണ്ണും വരകളുള്ള ശരീരവും ഇവയെ വേഗം തിരിച്ചറിയാൻ സഹായിക്കുന്നു. തീരെ ഉപദ്രവകാരിയല്ലാത്ത ഈ പാമ്പിനെ സമതലങ്ങളിലാണ് സാധാരണ കാണുന്നത്. മഴക്കാലത്ത് ഇവ കൂട്ടമായി സഞ്ചരിക്കാറുണ്ട്. ഒരെണ്ണത്തെ കൊന്നാൽ 10 എണ്ണം ഒന്നിനു പിറകെ എത്തുന്നതായി കാണുന്നതുകൊണ്ട് ഇവയ്ക്ക് പടകൂട്ടി എന്നൊരു പേരുമുണ്ട്. 40 സെന്റിമീറ്ററാണ് തെയ്യം പാമ്പുകളുടെ ശരാശരി നീളം. പെൺപാമ്പുകൾക്ക് 80 സെന്റിമീറ്റർ വരെ നീളമുണ്ടായിരിക്കും. ശരീരത്തിന് ഇളം തവിട്ടോ ഇരുണ്ട തവിട്ടോ നിറമാണ്. തല മുതൽ വാൽ വരെ ശരീരത്തിന്റെ ഇരുപാർശ്വങ്ങളിലുമായി മഞ്ഞ നിറത്തിലോ മഞ്ഞ കലർന്ന തവിട്ട് നിറത്തിലോ ഉള്ള 2 വരകൾ കാണാം. ശരീരത്തിന്റെ അവസാന പകുതിയിൽ ഈ വരകൾ കൂടുതൽ പ്രകടമാണ്. തല ഇളം തവിട്ട് നിറമാണ്. വായയുടെ ചുറ്റിലും കണ്ണുവരെയുള്ള ഭാഗങ്ങളിലും ഇളം മഞ്ഞ നിറവും. വായയിൽ 21 മുതൽ 24 വരെ പല്ലുകളുണ്ട്. തമിഴ്നാടിന്റെ ചില ഭാഗങ്ങളിൽ കാണുന്ന തെയ്യാൻ പാമ്പുകളുടെ കണ്ണുകൾക്ക് പിന്നിൽ വീതിയുള്ള കറുത്ത വരകളുണ്ട്. തെയ്യാൻ പാമ്പുകളുടെ ശരീരം മുഴുവൻ പരുക്കൻ ശൽക്കങ്ങൾ കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നു. പകൽ സമയങ്ങളിലാണ് തെയ്യാൻ പാമ്പുകൾ സഞ്ചരിക്കുന്നത്. രാത്രികാലങ്ങളിൽ ഇവ പാറയിടുക്കുകളിലോ കുറ്റിക്കാടുകളിലോ മാളങ്ങളിലോ വൃക്ഷങ്ങളുടെ കൊമ്പിലോ ഉറങ്ങുന്നു. തവളകളാണ് തെയ്യാൻ പാമ്പുകളുടെ മുഖ്യ ആഹാരം. പല്ലികൾ, ചെറിയ എലികൾ, പോക്കാച്ചി തവളകൾ എന്നിവയെയും ഇവ ജീവനോടെ വിഴുങ്ങാറുണ്ട്.
തെയ്യാൻ പാമ്പുകളെ പിടികൂടിയാൽ പോലും അപൂർവമായേ ഇവ ഉപദ്രവിക്കാറുള്ളൂ. തെയ്യാൻ പാമ്പുകൾക്ക് പ്രത്യേക പ്രജനനകാലമില്ല. പ്രജനനകാലത്ത് 6 അതിലധികമോ ആൺപാമ്പുകൾ ഒരു പെൺപാമ്പിനെ അനുഗമിക്കുന്നു. പെൺപാമ്പ് ഒരു സമയം 12ഓളം മുട്ടകളിടുന്നു. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് 9 സെന്റിമീറ്ററോളം നീളമുണ്ടായിരിക്കും. പ്രാണികൾ, വാൽമാക്രികൾ, തവളക്കുഞ്ഞുങ്ങൾ തുടങ്ങിയവയെ തെയ്യാൻ പാമ്പിന്റെ കുഞ്ഞുങ്ങൾ ഭക്ഷിക്കുന്നു. ഇനി വേറൊരു പ്രത്യേകത, ഇവിടെയൊക്കെ ചുവപ്പുള്ള കീൽ ബാക്കും ഉണ്ട്. ചുവപ്പുള്ള കീൽ ബാക്ക് നമുക്കറിയാം. നമ്മൾ ഈ അടുത്ത കാലത്തൊരു മൂർഖൻ കുഞ്ഞിനെ തേടിപ്പോയ സമയത്ത് നമുക്ക് മൗണ്ടൻ കീൽ ബാക്ക്, അതായത് മലയിലൊക്കെ കണ്ടുവരുന്ന കീൽ ബാക്ക് സ്നേക്കിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുണ്ട്, ഇത് വെറും സാധാ കീൽ ബാക്കാണ്. ഇത് കടിക്കും, ചെറുതായിട്ട് അപൂർവമായിട്ട് മാത്രമേ കടിക്കാറുള്ളൂ. കടിച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല, നോൺ വെനമസ് ആണ്, മെഡിസിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. ഇതിപ്പോൾ നമ്മളിത് അറിയാമല്ലോ, ഇത്രയും ചെറിയ അതിഥിക്ക് വേണ്ടിയാണ് പുള്ളിക്കാരൻ ഇത്രയും പൈസയും ചിലവാക്കി ഇന്ന് ആളിനെ കൊണ്ടുവന്നൊക്കെ വൃത്തിയാക്കി. രണ്ടാമത് എന്താ പറയുക, രാവിലെ തൊട്ടേ പുള്ളി ഇന്ന് ഒരു പണിയും ചെയ്തില്ല. പുള്ളിക്കാരത്തി പറയുന്നുണ്ടായിരുന്നു, വീട്ടിനകത്തോട്ട് കഴിക്കാൻ വരും, കഴിക്കും, പോരും, കല്ലിടും, വീണ്ടും പോവും, കഴിക്കും, വരും, കല്ലിടും. ഇതാണ് നേരം വെളുത്ത് ഇന്നോട്ടുള്ള പണി. കുഞ്ഞൻ പാമ്പ് അത് അറിയാമല്ലോ, നമുക്ക് താഴെ കണ്ടി നോക്കുമ്പോൾ ചില പേടിച്ച് വരുമ്പം സൈസ് കൂടുതലാണ്. വെള്ളത്തിൽ കിടന്ന് കുറച്ച് സൈസ് പാമ്പിന് കൂടുതലാണ്. അതെല്ലാ പാമ്പുകളും അങ്ങനെയാണ്. താടാതിരിക്കാൻ വേണ്ടി കുറച്ച് എയർ ബ്രീത്ത് ചെയ്യും. അപ്പോൾ നല്ല സൈസായിട്ട്. ഇപ്പോൾ ഇതിനെ കണ്ട് വെള്ളത്തിൽ കിടന്ന് ഈ കനം ഉണ്ടാവും, ഈ വെള്ളത്തിൻ്റെ കനം കൃത്യമായിട്ട് വെള്ളത്തിൽ കിടക്കുന്ന സമയത്ത് പേടിച്ച് കഴിയുമ്പോഴാണ് ഈ സൈസ് കൂടും. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ലാണ്ട് മഴ ചാർന്നു. നമുക്ക് ഇവർക്ക് രാത്രി തീയൽ വയ്ക്കാനുള്ള തീയലുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മളെ പ്രിയപ്പെട്ട സത്യമായി ഇദ്ദേഹത്തിനെ കൊണ്ടുകൊണ്ടായിരില്ല, പക്ഷേ ഇദ്ദേഹത്തിനൊന്നും ഇപ്പോൾ ജീവിക്കാൻ സാഹചര്യമില്ല. എന്തായാലും സന്തോഷമുണ്ട്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. ഈ രാത്രി ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട്. അപ്പോൾ ഈ ദൗത്യം ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് മറ്റൊരു അതിഥി തേടി അടുത്ത സ്ഥലത്തേക്ക് സ്നേക്ക് മാസ്റ്റർ ടീം ഒരുമിച്ച് ഈ പാതിരാവിൽ യാത്രയാവും.